ഈ ഫറൂഖ് മണ്ണൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള രാജ്യദ്രോഹ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വിളനിലമാകുന്നുണ്ടോ എന്ന് സംശയിക്കത്തക്ക തരത്തിലാണ് ഈ മുഹമ്മദ് അനസ് ഇന്ന് ഈ തരത്തിലുള്ള യൂട്യൂബിലൂടെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇത് യുവതലമുറയെ വഴിതെറ്റിക്കുന്നവരാണ്. ആ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ അത് മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. ഇത്രയും ദിവസമായി ഈ പ്രതി അറസ്റ്റ് ചെയ്യാത്തത് ഏതോ കേന്ദ്രങ്ങളിൽ നിന്നും പോലീസിന് കിട്ടിയ നിർദ്ദേശമാണെന്നാണ് BJP സംശയിക്കുന്നത്. നമസ്കാരം. ഡൽഹിയിലെ CJP പ്രതിഷേധത്തിനിടെ കലാപാഹ്വാനം നടത്തിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത മുഹമ്മദ് അനസ് എന്ന കോഴിക്കോട്ടുകാരനായ ബ്ലോഗർക്കെതിരായിക്കൊണ്ട് ഇനിയും പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP ഫറൂഖ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. CJPയുടെ സമരത്തിനിടയിലാണ് ഇത്തരത്തിൽ കോഴിക്കോട്ടുകാരൻ, അതായത് ഫറൂഖ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ താമസിക്കുന്ന മുഹമ്മദ് അനസ് എന്ന യുവാവ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയുമായി പ്രത്യക്ഷപ്പെടുന്നത്. താൻ മുൻപ് നേപ്പാളിലെ കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇത് വലിയ രസമാണ്, പോലീസുകാരുടെ തല തല്ലി പൊളിക്കുന്നതും അങ്ങനെ ഇത്തരം അക്രമങ്ങളൊക്കെ വലിയ രസമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഹമ്മദ് അനസ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോ വലിയ വിവാദമായതോടുകൂടി അത് പിൻവലിക്കുകയും പിന്നീട് ഖേദപ്രകടനം നടത്തുകയൊക്കെ മുഹമ്മദ് അനസ് ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഖേദപ്രകടനം കൊണ്ട് ഒതുക്കാൻ കഴിയുന്ന ഒരു കുറ്റമല്ല മുഹമ്മദ് അനസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത്തരത്തിൽ യുവാക്കളെ വഴിതെറ്റിക്കുകയും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത തരത്തിലുള്ള ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നാളിതുവരെയായിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതാണ് BJPയുടെ ചോദ്യം. അക്രമത്തിന് പ്രേരിപ്പിച്ച മണ്ണൂരിലെ അനസിനെ ദേശദ്രോഹികൾ അക്രമത്തിന് പ്രേരിപ്പിച്ച ഇപ്പോൾ BJPയുടെ കോഴിക്കോട് സിറ്റി ജില്ലാ സെക്രട്ടറി സുരേഷ് ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടൻ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനിടയ സാഹചര്യം ഡൽഹിയിൽ നടന്ന കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റ് തച്ചു തകർക്കണമെന്നും ഈ രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥയെ കത്തിക്കണമെന്നും പോലീസിനെ ആക്രമിക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള മണ്ണൂരിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ബ്ലോഗർ, ഒരു യൂട്യൂബർ മുഹമ്മദ് അനസ് എന്ന് പേരായിട്ടുള്ള ആ യൂട്യൂബർ നൽകിയിട്ടുള്ള ആഹ്വാനം, ആ രാജ്യദ്രോഹ ആഹ്വാനം നടത്തിയ മുഹമ്മദ് അനസിനെ ഈ ഫറൂഖ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുന്നിൽ ഹാജരാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ രാമനാട്ടുകര മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇവിടെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ഫറൂഖ്. ഈ ഫറൂഖ് മണ്ണൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള രാജ്യദ്രോഹ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ MLA വർഷങ്ങളായിട്ട് മുഹമ്മദ് റിയാസാണ്. ഈ നിയോജക മണ്ഡലം വർഷങ്ങളായിട്ട് MLA ആയിട്ട് ജയിച്ചു പോയിട്ടുള്ളത് CPM-ന്റെ മെമ്പർമാരാണ്. ഈ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ചില പോക്കറ്റുകൾ ഇപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വിളനിലമാകുന്നുണ്ടോ എന്ന് സംശയിക്കത്തക്ക തരത്തിലാണ് ഈ മുഹമ്മദ് അനസ് ഇന്ന് ഈ തരത്തിലുള്ള യൂട്യൂബിലൂടെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. യൂട്യൂബിലൂടെ ആളുകളെ ഫോളോവേഴ്സാക്കി മാറ്റുകയും
ഘട്ടം ഘട്ടമായി അവരെ തീവ്രവാദത്തിലേക്കും ദേശവിരുദ്ധ പ്രവർത്തനത്തിലേക്കും റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ധാരാളം യൂട്യൂബർമാര് നമ്മുടെ കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ കൃത്യമായ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇവിടുത്തെ പോലീസ് സംവിധാനം തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് യുവതലമുറയെ വഴിതെറ്റിക്കുന്നവരാണ്. ആ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ അത് മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. ഇത്തരത്തിൽ മുളച്ചു പൊന്തുന്ന ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഈ ആധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂട്യൂബും അതേപോലെ തന്നെ ബ്ലോഗൊക്കെ തുടങ്ങുന്ന ആ യുവാക്കളെ വഴിതെറ്റിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിവിടെ ഈ ഫറൂഖ് പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് ഒരു മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ മുഹമ്മദ് അനസിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായിരുന്നോ? മുഹമ്മദ് അനസിനെ അറസ്റ്റ് ചെയ്ത് ഇത്ര ദിവസമായി, ഈ സമരം അവസാനിപ്പിച്ചിട്ട് ദിവസങ്ങളായി, മുഹമ്മദ് അനസ് വീഡിയോ പുറത്തുവിട്ടിട്ട് ദിവസങ്ങളായി. ഇത്രയും ദിവസമായിട്ടും മുഹമ്മദ് അനസ് പറയുന്ന ഈ മണ്ണൂർ പ്രദേശത്തുകാരനായിട്ടുള്ള ആ വ്യക്തി ഈ ഫറൂഖ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും അയാളുടെ വീട്ടിലും ഉണ്ടായിട്ടും ഇത്രയും ദിവസമായി ഈ പ്രതി അറസ്റ്റ് ചെയ്യാത്തത് ഏതോ കേന്ദ്രങ്ങളിൽ നിന്നും പോലീസിന് കിട്ടിയ നിർദ്ദേശമാണെന്നാണ് BJP സംശയിക്കുന്നത്. ഈ കേരളം ഭരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ആ ഒരു വലിയ ശക്തിയുടെ നിർദ്ദേശമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ഈ മുഹമ്മദ് അനസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസ് കാണിക്കുന്ന അമാന്തത്തിന് സംഗതിക്ക് കാരണമെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കോൺഗ്രസും CPM